ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാൻ ഷെൽ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറെ ഒരു മാറ്റങ്ങളും ഇല്ല. ഹേയ് ദർ യൂട്യൂബ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസിനെ പറ്റിയാണ്. മറ്റാരുമല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയുടെ ടൈറ്റിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതെ, ഒരു എൻജിൻ ഓയിലിൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞത്, ഒരു കാരണവശാലും ഇതൊരു പെയ്ഡ് വീഡിയോയോ പ്രൊമോട്ടഡ് വീഡിയോ അല്ല. എൻ്റെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് മറ്റ് സുഹൃത്തുക്കൾക്ക്, എസ്പെഷ്യലി റോയൽ എൻഫീൽഡ് ബൈക്ക് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. ഓക്കെ, അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. ഷെൽ എന്ന കമ്പനിയുടെ 15W50 എന്ന എൻജിൻ ഗ്രേഡുള്ള ഒരു സെമി സിന്തറ്റിക് ഓയിലിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്ക് ഒരു BS3 മോഡൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് 500 ബുള്ളറ്റാണ്. 2015 എഡീഷനാണ്. 5 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 40,000 കിലോമീറ്ററിൻ്റെ അടിയിൽ ഓടിയിട്ടുമുണ്ട്. വണ്ടി വാങ്ങിയിട്ടുള്ള ഫ്രീ സർവീസ് പീരീഡിൽ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഓയിലായ ലിക്വിഡ് ഗണ്ണായിരുന്നു യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ വണ്ടിയുടെ വാറണ്ടിയിൽ കൺസേൺ ഉള്ള ഒരാളാണെങ്കിൽ ഫ്രീ സർവീസ് പീരീഡിൽ കമ്പനി പറയുന്ന ഓയിലും മറ്റ് പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഫ്രീ സർവീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓയിലിൽ മറ്റൊരു ഓപ്ഷൻ തേടിപ്പോയത്. അങ്ങനെ ഫ്രീ സർവീസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം മാറ്റിയത് മോട്ടീവിളിൻ്റെ തന്നെ റോയൽ എൻഫീൽഡിനുള്ള ഓയിലിലേക്കായിരുന്നു. വണ്ടിയുടെ കാര്യത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിൽ കൗതുകം ലേശം കൂടുതലായതുകൊണ്ടാവാം അവിടം വരെ എത്തി നിന്നു പറയാം. ഇതിനു മുന്നേ ഉപയോഗിച്ച ഓയിലുകളൊന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഓയിലുകളെല്ലാം അതിൻ്റേതായ പൊട്ടൻഷ്യൽ മാക്സിമം പെർഫോം ചെയ്യുന്ന ഓയിലുകൾ തന്നെയാണ്. പക്ഷേ മുമ്പ് ഉപയോഗിച്ച ഓയിലുകളിൽ നിന്നും വ്യത്യസ്തമായി കിട്ടിയൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തു. അങ്ങനെ ഉപയോഗിച്ചവയിൽ എൻജിൻ നല്ലൊരു റെസ്പോൺസും മൊത്തത്തിൽ ഓവറോൾ ഒരു സാറ്റിസ്ഫാക്ഷനും എനിക്ക് തന്നത് ഷെല്ലിൻ്റെ ഓയിൽ യൂസ് ചെയ്തപ്പോഴാണ്. ആസ് എ റെഗുലർ യൂസർ ഓയിൽ മാറ്റി ഒരു 100 കിലോമീറ്റർ ഓടുന്നതിനുള്ളിൽ തന്നെ ആ റെസ്പോൺസ് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുകയുണ്ടായി. ഷോറൂമിൽ നിന്നല്ലാതെ പുറത്തുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആയ റോയൽ എൻഫീൽഡ് മെക്കാനിക്കിൻ്റെ അഡ്വൈസോട് കൂടിയായിരുന്നു ഞാൻ ഈ ഓയിൽ ചൂസ് ചെയ്യാനുണ്ടായ പ്രധാന കാരണം. എന്തായാലും അതൊരു ഒന്നൊന്നര അഡ്വൈസ് തന്നെയായി. ഓക്കെ, ഇനി അധികം കഥ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക്. ഷെൽ അഡ്വാൻസ് AX7 15W50 സെമി സിന്തറ്റിക് 40 എന്നാണ് ഓയിലിൻ്റെ പേര്. 980 റുപ്പീസാണ് MRP വരുന്നത്. പ്ലസ് ലേബർ ചാർജ്, ഫിറ്റിംഗ് ചാർജ് അത് മെക്കാനിക്കിനനുസരിച്ച് മാറുന്നുണ്ടാവും. പിന്നെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ മാക്സിമം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷെല്ലിൻ്റെ ഡീലേഴ്സ് തന്നെ അല്ലേന്ന് ഉറപ്പ് വരുത്തുക. അവരുടെ കയ്യിൽ നിന്ന് മാത്രം പ്രൊഡക്റ്റ് വാങ്ങും. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വേറെ ഒരുപാട് പ്രൊഡക്ട്സുകൾ. ഒറിജിനൽ ആയിട്ടുള്ള ഷെല്ലിൻ്റെ പ്രൊഡക്റ്റിൽ സീരിയൽ നമ്പറും അതിൻ്റേതായിട്ടുള്ള കോഡും ഇതിൻ്റെ ബാക്കിൽ അച്ചടിച്ചിട്ടുണ്ടാവും. അതെല്ലാം റിയൽ അല്ലേന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങും. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചേഞ്ചാണ് ഇവൻ ഇത്രമാത്രം പറയാൻ പോണേ എന്ന് ചിന്തിച്ച് ഇത്ര നേരം കാത്തിരുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് അങ്ങ് പറയാം. സോ അഡ്വാൻറ്റേജ് നമ്പർ 1, ഇൻക്രീസ്ഡ് സ്മൂത്ത്നെസ്. അതെ, സ്മൂത്ത്നെസ് കൂടി. അത് പിന്നെ ഏത് എൻജിൻ ഓയിൽ മാറ്റിയാലും സ്മൂത്ത്നെസ് കൂടില്ലേ? ഇതെന്തോന്ന് അഡ്വാൻറ്റേജ് ആണ് മനുഷ്യ എന്ന് നിങ്ങൾക്കും ചോദിക്കാം. കാരണം ഞാൻ ഈ സെയിം ചോദ്യം തന്നെയാണ് എൻ്റെ മെക്കാനിക്കിനോട് ആദ്യം ചോദിച്ചത്. പക്ഷേ വണ്ടി കുറച്ച് ഓടിയതിന് ശേഷം പിന്നെയാണ് എനിക്ക് ഈ ഓയിലിൻ്റെ സ്മൂത്ത്നെസ്സിൻ്റെ വ്യത്യാസം മനസ്സിലായത്. സാധാരണ എൻജിൻ ഓയിലുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2000 കിലോമീറ്ററിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ആക്ച്വലി നമുക്ക് നഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയും സ്മൂത്ത്നെസ്സിൻ്റെ. പക്ഷേ ഈ ഓയിൽ ഇട്ടിട്ട് എനിക്ക് അതിൻ്റെ കാലാവധി തീരണ അവസാന ദിവസം വരെ ആ സ്മൂത്ത്നെസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടി. ഈ പോയറ്റിക് ലാംഗ്വേജിലൊക്കെ പറയുന്ന പോലെ സ്മൂത്ത്നെസ് ഫോർ എവർ ടിൽ യു ചേഞ്ച് എന്നതുപോലെ എൻജിൻ്റെ എല്ലാ റേഞ്ചിലും, ലോ റേഞ്ചും മിഡ് റേഞ്ചും ഹൈ റേഞ്ചിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്മൂത്ത്നെസ് ഈ ഒരു ഓയിൽ ഇട്ടതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മൂത്ത്നെസ് ഗിയർ ഷിഫ്റ്റിലും ചെറുതായിട്ട് എഫക്റ്റ് ചെയ്തു. ഗിയർ ഷിഫ്റ്റുകൾ കുറച്ചുകൂടെ സ്മൂത്തായി. അതുപോലെ തന്നെ ഫാൾസ് ന്യൂട്രൽസ് വീഴുന്നതും ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ഗിയറിൽ ലോ സ്പീഡിൽ പോകുമ്പോഴുള്ള നോക്കിങ്, അതിനും ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. എൻജിന് സ്മൂത്ത്നെസ് കിട്ടിയാൽ പിന്നെ വൈബ്രേഷൻ്റെ കാര്യം പറയണോ? വിച്ച് ഈസ് അവർ അഡ്വാൻറ്റേജ് നമ്പർ 2, റെഡ്യൂസ്ഡ് എൻജിൻ വൈബ്രേഷൻ. യൂസ് ചെയ്യുന്ന ബൈക്ക് റോയൽ എൻഫീൽഡ് ആയതുകൊണ്ടും BS3 വേർഷൻ ആയതുകൊണ്ടും വൈബ്രേഷനായിട്ട് നല്ലൊരു ക്ലോസ് എക്സ്പീരിയൻസ് തന്നെ ഉള്ളതുകൊണ്ട് വൈബ്രേഷനിൽ വന്ന ചേഞ്ച് വളരെ പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തു എന്ന് പറയാം. എൻജിൻ്റെ കംപ്ലീറ്റ് വൈബ്രേഷൻ അങ്ങോട്ട് പോയി എന്നല്ല പറയുന്നത്. എന്നാലും ഒരു പരിധി വരെ, ഏകദേശം ഒരു 40% എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷനിൽ ഒരു കുറവുണ്ടായി. വൈബ്രേഷൻ കുറഞ്ഞതുകൊണ്ട് എൻജിൻ നോയ്സും ചെറുതായിട്ട് കുറയട്ടെ. അത് തന്നെയാണ് നമ്മുടെ അഡ്വാൻറ്റേജ് നമ്പർ 3, റിഡക്ഷൻ ഓഫ് എൻജിൻ നോയ്സ്.
എൻജിൻ സ്മൂത്ത് ആയപ്പോൾ കുറഞ്ഞ വൈബ്രേഷൻ എൻജിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവർ നോയ്സ് ഒന്നും ഇല്ലാതാക്കി. ഇതത്ര പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമല്ലെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ചേഞ്ച് ഇൻ എൻജിൻ ഹീറ്റ്. മാറ്റങ്ങളുടെ എണ്ണത്തിൽ വളരെ ഡ്രാസ്റ്റിക്കായി വന്ന മാറ്റങ്ങളൊന്നായിരുന്നു ഹീറ്റ് റിഡക്ഷൻ. അതെ, എൻജിൻ ഹീറ്റിൻ്റെ ലെവലിൽ നല്ലൊരു ശതമാനം കുറച്ചിൽ അനുഭവപ്പെട്ടിരിക്കുന്നു. എസ്പെഷ്യലി സിറ്റി ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് റിഡക്ഷൻ്റെ എഫക്റ്റ് ശരിക്കും അറിയാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിലും ഹൈവേയിലും എൻജിൻ ഹീറ്റ് ക്ഷീണിപ്പിക്കാത്ത വിധം വളരെ കൺട്രോൾഡ് ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ BS6 വണ്ടികളിൽ കമ്പനി തന്നെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ്. എന്നാൽ ഞാനൊരു BS3 വണ്ടിയിലെ ചേഞ്ചസിനെ പറ്റിയാണ് പറയുന്നതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനമായിട്ടുള്ളൊരു ചേഞ്ചിനെ പറ്റിയാണ് പറയുന്നത്. അതെ, നമ്മുടെ 5th അഡ്വാൻറ്റേജ്, പവർ ആൻഡ് മൈലേജ്. ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ട് മൈലേജ് വല്ലതും കൂടിയോ അല്ലെങ്കിൽ പവറിൽ വല്ല മാറ്റമുണ്ടോ എന്നൊരു ചോദ്യം ഈ വീഡിയോ കാണുന്ന ആരുടെ ഉള്ളിലും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒരാളുടെ റൈഡിങ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. എൻജിൻ കൂടുതൽ സ്മൂത്തും ഫ്രീയും ആകുമ്പോൾ ഇത്തിരി സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? പക്ഷേ അങ്ങനെ എപ്പോഴും സ്പീഡ് പോകുന്നവർക്ക് ഈ മൈലേജിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പവറിനെ കൂടുതൽ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് മൈലേജ് അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സ്മൂത്തായ എൻജിൻ നല്ലൊരു പവർ ഫീൽ തരുന്നതുകൊണ്ട് വണ്ടി ആക്ച്വലി കയറിപ്പോകുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കില്ല. അല്ലാതെ മിഡ് റേഞ്ചിൽ തന്നെ വളരെ മീഡിയം ആവറേജ് സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോകുന്നവർക്ക് മൈലേജ് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയി തന്നെ കൂടെ ഉണ്ടാവും. അത്തരം എൻജിനുകൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞവയിൽ ഞാൻ രണ്ടിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള റൈഡിങ് സ്റ്റൈലുള്ള ഒരാളാണ്. കൂടുതലും മിഡ് റേഞ്ചിലും അതിനും മുകളിലുമായിട്ട് ഓടിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് മൈലേജ് വളരെ കുറച്ചാണ് ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. നോർമലി വണ്ടി തരുന്ന മൈലേജിൽ നിന്നും ഒരു 3+ റൈസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് പോലെ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിലും കൂടുതൽ കിട്ടുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ 500 EFI സിസ്റ്റത്തിൽ നിന്ന് മാറ്റി കാർബറേറ്റർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്. സോ അതിന് നോർമൽ BS3 EFI 500 നിന്നും പവറും മൈലേജും വ്യത്യാസം വരും. ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ നിന്നും കാർബറേറ്റർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത യൂസർ എക്സ്പീരിയൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം നോക്കി മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വീഡിയോ നമ്മുടെ ലാസ്റ്റ് അഡ്വാൻറ്റേജ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. സോ 6th ആൻഡ് ലാസ്റ്റ് അഡ്വാൻറ്റേജ്, ലോങ് ലാസ്റ്റിംഗ് ബിഹേവിയർ. അതെ, എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ് ഇതിൻ്റെ ലാസ്റ്റിങ്ങിനെ പറ്റിയിട്ട്. യൂഷ്വലി ഞാൻ ഉപയോഗിച്ച ഓയിലുകളെല്ലാം ഒരു 3500 കിലോമീറ്റർ ആകുമ്പോഴേക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാം കഴിഞ്ഞ രീതിയിലാണ് ബിഹേവ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ 4000 കിലോമീറ്ററിനുള്ളിൽ മാറ്റാറാണ് പതിവ്. മറ്റ് കമ്പനികളെ പോലെ ഷെല്ലും സാധാരണ 4000-നും മാക്സിമം 5000 കിലോമീറ്റേഴ്സിനും അടിയിലാണ് ലാസ്റ്റിംഗ് പീരീഡ് പറയുന്നെങ്കിലും എനിക്ക് അറൗണ്ട് 7000-ൻ്റെ അടിയിൽ വരെ മറ്റ് കേടുപാടുകളൊന്നും കൂടാതെ തന്നെ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഡെയിലി ഓട്ടത്തിൻ്റെ ഇടയിൽ ചേഞ്ചിങ് പീരീഡ് മറന്നുപോയി എന്ന് വേണം പറയാൻ. കൂടുതൽ ഓടി പണി കിട്ടി കാണുമെന്ന് വിചാരിച്ച് ചെക്ക് ചെയ്തപ്പോൾ മെക്കാനിക് പറഞ്ഞത് വേണമെങ്കിൽ ഒരു 500 കിലോമീറ്റർ ഓടിക്കോ എന്നായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ആ ഓയിൽ തന്നെ വീണ്ടും മതിയെന്ന് പറഞ്ഞ് കണ്ണും പൂട്ടി അങ്ങ് മാറ്റി. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാൻ ഷെൽ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറെ ഒരു മാറ്റങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. ഒരു BS3 റോയൽ എൻഫീൽഡ് എഞ്ചിനിൽ നിന്നും കിട്ടിയ റെസ്പോൺസ് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും ഈ ഓയിലിലേക്ക് മാറാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളിനി ഓയിൽ മാറ്റാൻ പോകുമ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാനൊരു സജഷൻ പോലെ എടുത്താൽ മതി. BS3 മാത്രമല്ല BS4-നും 6-നും ഒക്കെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഓയിലുകൾ മാർക്കറ്റിലുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ടു യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും എല്ലാം കോമെൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ എവരിവൺ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.